നമസ്കാരം, മാവൂർ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാവൂർ മീഡിയയോടൊപ്പം ചേരുന്നത് കൊണ്ടോട്ടി മുതുവല്ലൂരുള്ള ലീഡർ കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാൻ ശശിരാജ് പനയങ്ങാടാണ്. കഴിഞ്ഞ 13 കൊല്ലമായി ഒരുപാട് ആളുകൾക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ഈ ട്രസ്റ്റ് മുഖേന ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഏകദേശം 13 വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ ഒരു ചാരിറ്റി രംഗത്തേക്ക് ഞാൻ വരുന്നത്. അത് ചാരിറ്റി രംഗം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമൊന്നുമല്ല. എങ്കിൽ പോലും നമ്മളൊരു ഒരു 13 വർഷം മുന്നേ യൂത്ത് കോൺഗ്രസ് കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി കൊണ്ടോട്ടിയിൽ വെച്ചൊരു നോട്ട് പുസ്തക വിതരണം ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിക്കുകയും ഞാൻ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും എൻ്റെ നാട്ടിലൊരു 4-5 കുട്ടികൾക്ക് അതിൽ നിന്ന് നോട്ട് പുസ്തകം വാങ്ങിക്കൊടുക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട് പുസ്തകം വാങ്ങിക്കൊടുത്ത് ഞാൻ അവിടുന്ന് 5 കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്ത് പോന്നതിന് ശേഷം എനിക്ക് 5 കുട്ടികളാണ് അവർ പെർമിഷൻ തന്നത്. വാങ്ങി പോന്നതിൻ്റെ ശേഷം അന്ന് വൈകുന്നേരം ഒരു 3-4 കുട്ടികൾ വീണ്ടും വീട്ടിൽ വന്നു. ഞാനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനല്ലായിരുന്നു കൊടുത്തത്. കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റി ആയിരുന്നു അന്ന് ആ നോട്ട് പുസ്തകം വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് വരാനുള്ള വഴിയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ 2011 ശ്രീ കെ കരുണാകരൻ മരണപ്പെടുന്നത്. ഞാനൊരു കോൺഗ്രസിൻ്റെ അനുഭാവിയാണ്. KSUയിലൂടെ കോൺഗ്രസ്സിലെത്തിയ ഒരാളാണ്. ലീഡറെ പോലെ ഒരു ഗുരുവായൂരപ്പ ഭക്തനും കൂടെയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴും ഈ ഒരു സമയങ്ങളിൽ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇയാൾ മരണപ്പെട്ടതിന് ശേഷം അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്റ്റാർട്ടിങ്ങിലൊന്നും ഈ സാധനത്തിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഞാൻ ചേർന്നിട്ടില്ല. പക്ഷേ ഇത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ കുട്ടികൾ വന്നപ്പോൾ എനിക്ക് തോന്നി കൊണ്ടോട്ടിയിൽ മാത്രമല്ല എന്തുകൊണ്ട് മുതുവല്ലൂർ സുധീഷ് നഗറിലും വെച്ച് നമുക്കൊരു നോട്ട് പുസ്തകം വിതരണം ചെയ്തുകൂടാ. അപ്പോൾ ഒരുപാട് കുട്ടികൾ അതിൻ്റെ ആവശ്യക്കാരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഞാൻ അങ്ങനെ ചാരിറ്റി പ്രവർത്തനത്തിൽ പോയ ആളോ അല്ലെങ്കിൽ ഉണ്ടായ ആളോ അല്ല. പക്ഷേ അത് നമുക്കൊരു ആളുകൾ നമ്മളെ തേടി വരുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? അങ്ങനെ ആദ്യത്തെ ഫസ്റ്റിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഒരു 10 കുട്ടികൾക്ക് 6 നോട്ട് പുസ്തകം വെച്ച് കൊടുത്തു. പിന്നത്തെ വർഷം ഏകദേശം മുതുവല്ലൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ അന്നത്തെ പ്രസിഡന്റ് മണ്ഡലം മൊയ്തീനാജിയൊക്കെ ആയിട്ട് സംസാരിച്ച് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ട് 100 ചില്ലാൻ ആളുകൾക്ക് ബുക്ക് കൊടുക്കാൻ തോന്നി. അന്നൊരു കോൺഗ്രസിൻ്റെ പേരിലാണ് കൊടുത്തത്. അങ്ങനെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് കരുണാകരൻ ചാരിറ്റബിൾ 2011 അദ്ദേഹം മരണപ്പെടുക. അതിന് ശേഷം മലപ്പുറത്ത് കെ മുരളീധരൻ ചെയർമാനായി തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സംഭവം കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിൻ്റെ ഒരു 3-4 വർഷം കഴിഞ്ഞാൽ മലപ്പുറം ജില്ലാ കമ്മിറ്റിയിലൊരു പ്രോഗ്രാം ഉണ്ടായപ്പോൾ അന്നത്തെ ഇതിൻ്റെ ജില്ലാ സെക്രട്ടറി PP ഹംസനെ വിളിച്ചിട്ട് ആ പ്രോഗ്രാമിന് ഞാൻ പോയി. അങ്ങനെയാണ് മുതുവല്ലൂർ നീ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് കൊണ്ടുവന്ന് നീ അത് നോക്കണം. ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകൃതമായി, അതായത് മുതുവല്ലൂർ സുധീഷ് നഗറിൽ ഏകദേശം 11 വർഷം മുന്നെയാണത് സ്ഥാപിതമായത്. ആ സമയത്ത് അന്ന് കുറച്ച് ആളുകൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ അന്നത്തെ KPCC ജനറൽ സെക്രട്ടറി, ഇന്നത്തെ KPCC ജനറൽ സെക്രട്ടറി പൊന്നാനി MLA KP നൗഷാദ് അലി അവരുകളെ ഞാൻ ഈ വിവരം അറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാം, നിൻ്റെ മനസ്സിലുള്ള നല്ലൊരു ആശയത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. അയാൾ KPCC ജനറൽ സെക്രട്ടറിയാണ്, ഞാൻ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പോലും ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വരാം, നീ അതിനൊരു സംവിധാനം ചെയ്തു. ഏകദേശം ഒരു 10-20 ആൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കണമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു പ്രോഗ്രാം അന്ന് 230 ആളുകൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ കഴിഞ്ഞു. ഈ ട്രസ്റ്റിന് വിവിധ തലങ്ങളിലുള്ള ആളുകൾ പല രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ ആ സംഭാവനകളെ കുറിച്ച് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ഈ കെ കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നിലനിൽക്കാനുള്ള കാരണം റെസീറ്റ് അടിച്ച് പണം പിരിക്കുക, നാട്ടിൽ പണം പിരിക്കുക, അങ്ങനത്തെ ഒരു സംവിധാനങ്ങളൊന്നുമില്ല. ഇതിൽ ഒന്നാമതായിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സഹായിച്ചത് പ്രവാസി വ്യവസായി, കഴിഞ്ഞ തവണ കൊണ്ടോട്ടിയിൽ മത്സരിച്ച KP സുലൈമാനാജി അദ്ദേഹം നേരിട്ട് വിളിച്ചിട്ട് തന്നെ നമ്മളോട് പറയും. ഇപ്പോൾ നമ്മളൊക്കെ ഒരു സഹായമായിട്ട് ആരുടെ ചെല്ലുമ്പം ഒരു പ്രാവശ്യം ചെല്ലാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ അവർക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാവില്ല. പക്ഷേ KP സുലൈമാനാജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാനൊരു വർഷത്തിൽ നിങ്ങളെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 5-6 പ്രാവശ്യം, അല്ലെങ്കിൽ ഈ നാട്ടിൽ കുറച്ച് കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾ 100-200 കിറ്റ് നിങ്ങളെടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള സാമ്പത്തികം. അതുപോലെ തന്നെ ഒരുപാട് സഹായിച്ച ഒരാളാണ് ഈ KP സുലൈമാനാജി. അതുപോലെ തന്നെ അൽഗസാലി അലവിക്കുട്ടി ഹാജി, അയാൾ ഈ സുപ്രഭാതത്തിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം അതുപോലെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇതിൽ അങ്ങനെ ആളുകൾ സഹായിക്കുക. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായ വിദേശത്തുള്ള എൻ്റെ സുഹൃത്തുക്കളായ ആളുകൾ ഒക്കെയാണ് നല്ല സഹായം നൽകിയിട്ടുണ്ട്. ഏകദേശം ഒരു 80% ഇതിന് ഈ ഒരു ചാരിറ്റിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ട് ഇതിനെ സഹായം തന്നുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെയാണ്. ഞാൻ മറ്റുള്ള വിഭാഗത്തിനെ താത്തി അല്ലെങ്കിൽ മോശമായിട്ട് പറയില്ല. അതൊക്കെ അതായത് അറിഞ്ഞ് നമ്മൾ ചോദിക്കാതെ തന്നെ നിങ്ങൾ അവിടെ ഒരു കാര്യം ചെയ്തല്ലോ, എനിക്ക് 1-2 ആളുകൾ അങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ ക്യാഷ് ഒന്നും വേണ്ട, അല്ല അങ്ങനെ അയക്കുന്ന ആളുകളുടെ സുഹൃത്തുക്കൾ, എൻ്റെ ഒപ്പം കൂടെ പഠിച്ച കുട്ടികളുണ്ട്, അതുപോലുള്ള വിദേശത്തും സ്വദേശത്തുള്ള സുഹൃത്തുക്കൾ, ഇങ്ങനത്തെ ആളുകൾ. സുലൈമാനാജി, അൽഗസാലി, അലവിക്കുട്ടി ഹാജി ഒക്കെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾ. ഇപ്പം ഞാനൊരു പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആളുകളാണ്.
അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കോൺഗ്രസിലേക്ക് വരാനുള്ള കാരണം എന്താ? പിന്നെ കോൺഗ്രസ്സിലേക്ക് എന്നെ ആകർഷിച്ചത് ആരെങ്കിലും വന്ന് കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞ് മെമ്പർഷിപ്പ് എടുത്ത ഒരാളൊന്നുമില്ല ഞാൻ ഈ പണ്ട് ഈ എയർപോർട്ട് ഉദ്ഘാടന സമയത്ത് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കെ കരുണാകരൻ സാർ അവരെ കാണാൻ വേണ്ടിയിട്ട് എയർപോർട്ട് പോയി. പക്ഷെ അന്നൊന്നും എനിക്ക് ശരിക്കും കാണാൻ അറിയില്ല. ഞാൻ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കോഴിക്കോട് എയർപോർട്ട് ഉദ്ഘാടനത്തിന് പിന്നെ അദ്ദേഹവും അന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണോ മുഖ്യമന്ത്രിയാണോ എന്ന് അറിയില്ല. ഏതായാലും കെ കരുണാകരൻ വന്നിട്ട് അന്ന് ഗുലാം നബി ആസാദാണ് വ്യോമയാന മന്ത്രി. അതെനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണോ സംശയമുണ്ട് എനിക്ക്. ആ ഒരു സമയത്തായിരിക്കും അത് എന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എങ്കിൽ പോലും അങ്ങനെയാണ് ഈ ഒരു പിന്നെ കരുണാകരനോടുള്ളൊരു മനോഭാവം. അങ്ങനെ കോൺഗ്രസ്സിലേക്ക് നമ്മളെ ഏരിയ ഇപ്പം എൻ്റെ ഏരിയയിൽ തന്നെ പറഞ്ഞാൽ എൻ്റെ ഏരിയയിൽ ചുറ്റുപാട് ഏകദേശമൊക്കെ 80% ഈ ഒരു 60%-ലേറെ ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് അനുഭവമുള്ള ലീഡർ കെ കരുണാകരനോടുള്ള ഒരു പിന്നെ ആഗ്രഹവും അദ്ദേഹത്തോടുള്ളൊരു പിന്നെ ബഹുമാനവും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനവും ഒരു മതേതരത്വ ചിന്താഗതിക്കാരും ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് വരാനുള്ളത്. ഇപ്പം നിങ്ങൾ പറഞ്ഞു കരുണാകരൻ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് നിങ്ങൾ കോൺഗ്രസിലേക്ക് വന്നത്. അപ്പോൾ കരുണാകരനെ ആ ചെറുപ്പത്തിൽ കണ്ട ആ ഒരു ഓർമ്മ അതൊന്ന് പങ്കുവെക്കാമോ? കാലം ഓർമ്മയിൽ ഞാനന്ന് പിന്നെ എനിക്കന്ന് ഈ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം പിന്നെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് 7 കിലോമീറ്റർ വരും. അന്ന് 5 മണിക്കാണെന്ന് ഉദ്ഘാടനം ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ എയർപോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നടന്നിട്ടാണ്. അന്ന് എനിക്ക് എയർപോർട്ട് എന്താ ഉദ്ഘാടനം എന്താണെന്ന് എനിക്കറിയില്ല. ഫ്ലൈറ്റ് എന്താ ഞാൻ കണ്ടിട്ടില്ല. ആകാശത്തൂടെ പോണതേ കാണാം. ചെറുപ്പകാലത്താണ്. അന്നാണ് ഈ കെ കരുണാകരൻ എന്ന് പറഞ്ഞ ലീഡർ കെ കരുണാകരൻ എന്ന് പറഞ്ഞ വലിയൊരു മനുഷ്യൻ വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അന്നാണ് അദ്ദേഹത്തിനെ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അന്ന് ഞാൻ കോൺഗ്രസ് മനോഭാവമൊന്നും എൻ്റെ മനസ്സിലില്ല. അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ മനുഷ്യമായ പെരുമാറ്റവും കാര്യങ്ങളും ആ ജനകോടികൾ അത്ര തന്നെ പറയാം. ആ കാലത്തൊക്കെ ഞാൻ പറഞ്ഞ 10,000-കണക്കിന് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ കരുണാകരൻ സാറിനെ എനിക്കന്ന് കാണാൻ ഞാൻ ഒരുപാട് ദൂരത്തായിരുന്നു. ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തും ഞാൻ നിൽക്കുന്ന സ്ഥലത്തും അങ്ങനെ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാനന്ന് അദ്ദേഹം ഇറങ്ങിയ കാറ് ഒന്ന് തൊടാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. ബെൻസിൻ്റെ വലിയൊരു നീണ്ട കാറ്. ഞാൻ കാറ് തൊട്ടു പോകും അത്രേ ഉള്ളൂ. അന്ന് ഗുലാം നബി ആസാദും അദ്ദേഹത്തിന് കൂടെ ഉദ്ഘാടനത്തിൽ. അങ്ങനെയാണ് ഈ കോൺഗ്രസ്സിലേക്കുള്ള എൻ്റെ വരവ് വരുന്നത്. പിന്നെ ഞാൻ കോൺഗ്രസ് വന്നു. പിന്നെ KSUവിൻ്റെ പിന്നെ ഓമാനൂർ സ്കൂളിൽ സ്ഥാനാർത്ഥിയായി ഒന്ന് മത്സരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിഞ്ഞു. അങ്ങനെ സജീവമായിട്ടില്ല. പിന്നെ ഇപ്പോൾ സ്ഥാനമാനങ്ങളും കാര്യങ്ങളൊന്നും പാർട്ടിയില്ല. ഒരുപാട് ആളുകൾക്ക് ആലംബമായിട്ടുള്ള ഈ ഒരു ട്രസ്റ്റിന് വിവിധ തരം അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ അംഗീകാരങ്ങളെ കുറിച്ച്? തീർച്ചയായിട്ടും അംഗീകാരങ്ങൾ പിന്നെ ആദ്യമായിട്ട് തരുന്നത് നിറാട് പിന്നെ KP സുലൈമാനാജിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. നിറാട് ലൈവ് കാരുണ്യാണ് തന്നത്. ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് തന്നത് അന്നത്തെ പിന്നെ മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്നെ പരിരക്ഷാ അവാർഡാണ്. ഒരു 4 വർഷം മുന്നേ അവർ തന്നത്. അന്നത്തെ ബാബുര. അതിൻ്റെ ശേഷമാണ് പിന്നെ CPI എന്ന് പറഞ്ഞ ഒരു പാർട്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടി CPI, അത് അസ്ലം ഷേർഖാൻ നേതായിട്ടുള്ള അദ്ദേഹം തന്നു. അതുപോലെ തന്നെ ഞാനൊരു എടവണ്ണപ്പാറ ചെറിയൊരു കച്ചവടം, അവിടെ എനിക്ക് വ്യാപാരി വ്യവസായ ഭവന സമിതിയുടെ സെക്രട്ടറിയാണ്. എൻ്റെ സംഘടന എന്നെ ഈ ഒരു വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും അവാർഡ് ദാനങ്ങൾ തരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പിന്നെ സഹായങ്ങൾ. രാഷ്ട്രീയ കക്ഷികൾ അതുപോലെ തന്നെ നിറാട് എൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ വളരെ വളരെ അനുകൂലമായ നിലപാട് അതിന് സ്വീകരിച്ചു. ഇതുവരെ നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ഒരുപാട് ആളുകൾക്ക് നൽകാൻ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സംഘടനയുടെ ഒരു മുന്നോട്ടുള്ള ഒരു ഭാവി പരിപാടികൾ എന്തായിരിക്കും? മുന്നോട്ടുള്ള ഭാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ എന്താ ചോദിച്ചത് 0 ആണ്. കാരണം ഇതുവരെ ഈ ഒരു സാധനം റെസീറ്റ് അടിച്ചിട്ട് ക്യാഷ് പിരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പണിയോ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു സ്ഥിരം പിരിവായിട്ട് നടക്കാനോ പിടിക്കാനോ അതിന് ആളോ കാര്യങ്ങളില്ല. 1-2 പിന്നെ ദിവസക്കൂലിക്ക് പോണ ആളുകൾ സഹായിക്കും എന്നല്ലാതെ പിന്നെ വരുമെന്നല്ലാതെ വലിയൊരു പിരിവും നടത്താനുള്ളൊരു സംവിധാനമോ സാഹചര്യമോ ഒന്നും ഇതിലില്ല. പക്ഷേ ആരെന്ത് ആവശ്യപ്പെട്ടാലും അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നൊരു തോന്നൽ നമ്മളോടുള്ളത്. ആ കാര്യം നിറവേറാണ്ട്. കാരണം നമ്മളിപ്പം പിന്നെ ഒരാളോടൊരു കാര്യം ഇന്ന് പറഞ്ഞാൽ വീണ്ടും ആ പറയുന്ന ആ ആള് പിന്നെ മടുപ്പില്ലാതെ നമ്മളോട് ആ പെരുമാറ്റം തിരിച്ചും KP സുലൈമാനാജി ആയാലും ഈ അലവിക്കുട്ടി ഹാജി ഗസാലി ആയാലും ഒക്കെ നമ്മളോട് ഒരു അനുകൂല സമീപനം പിന്നെ അവരൊക്കെ വലിയ ചാരിറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വലം കൈ കൊടുക്കുമ്പോൾ ഇടം കൈ അറിയരുത് എന്ന് പറഞ്ഞ പോലത്തെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അവരൊക്കെ. പക്ഷേ എന്നാൽ നമ്മളോട് അവർ സഹകരിച്ചിട്ട് അവർ ചെയ്യലുണ്ട്. പിന്നെ വിദേശത്തൊക്കെ എൻ്റെ ഒരുപാട് പിന്നെ കൂടെ പഠിച്ച സുഹൃത്തുക്കളടക്കമുള്ള ആളുകളൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യൽ സഹായിക്കലുണ്ട്. കഴിഞ്ഞ 13 വർഷമായി നിങ്ങൾ തന്നെയാണ് ട്രസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ എത്രത്തോളം സംതൃപ്തനാണ്? ഇത് മാനസികമായിട്ട് ഞാൻ ഭയങ്കര സംതൃപ്തനാണ്. പക്ഷേ എക്കണോമിക്കൽ പരമായിട്ട് ഞാൻ വളരെ പിന്നോക്കം നിൽക്കുന്നത്. മാനസികമായിട്ട് പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ആളുകളും അംഗീകാരവും കാര്യങ്ങളും പ്രശ്നങ്ങളും. പക്ഷേ സാമ്പത്തികമായി ഇപ്പോൾ ഞാൻ പിന്നെ ഇതുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് നടന്ന് എനിക്ക് ഇടവണ്ണപ്പാറ ചെറിയൊരു ബിസിനസ്സാണ്, ഒരു പിന്നെ ഗ്രോസറി. അപ്പോൾ അതൊക്കെ ഞാൻ ഈ ടൈമിൽ മാറി നിൽക്കുമ്പോൾ അത് അവിടെ ബ്ലോക്കായി കിടക്കും. അതിന് ചെറിയൊരു തടസ്സമുണ്ട്. പക്ഷേ ഞാനത് പിന്നെ ചാരിറ്റി പ്രവർത്തനം ചെയ്യലിപ്പോൾ ഒരാളുകൾ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെ 9 മണിക്ക് കട അടച്ചതിന് ശേഷം വീടുകൾ കൊണ്ടുകൊടുക്കുക ചെയ്യുക. ഭക്ഷ്യധാന്യങ്ങളായാലും നോട്ട് ബുക്ക് ആണെങ്കിലും പിന്നെ സൺഡേയിൽ ഉച്ചയ്ക്ക് ശേഷം ആ സമയം അഡ്ജസ്റ്റ് ചെയ്താണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ. മറ്റുള്ളവരുടെ എന്താവശ്യത്തിനും ചെറുതും വലുതുമായിക്കോട്ടെ ശശിരാജേട്ടൻ സുധീഷ് നഗറിൽ എന്നും ഉണ്ടാകും. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ
പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. Invest your sleep on right mattress. 4-Wish mattress for healthy sleep.